ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LNTech. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റ് ആയ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് എന്ന പാഠഭാഗത്തിലെ പേജ് 73 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. 2 ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം ചെയ്യാം. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നത്, ആസ് വി ഡിഡ് ഇൻ ദ കലണ്ടർ, മാർക്ക് എ സ്ക്വയർ ഓഫ് 4 numbers and find the difference of the diagonal product. Do we get the same difference for any such square? അപ്പം 4 numbers നമുക്ക് എടുക്കാം. ഏതെങ്കിലും 4 numbers എടുക്കാം. അതിന്റെ ഡയഗണൽ വൈസ് അതിന്റെ പ്രോഡക്റ്റ് കാണും. 7 into 13 90, 8 into 12 എത്ര 96. ഇതാ നമുക്ക് ഡിഫറൻസ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ഡിഫറൻസ് ഈക്വൽസ് 96 minus 91 ഈക്വൽ. ഇതുപോലെ നമുക്ക് വേറെ 4 എടുക്കാം. ഈ 4 എടുത്ത് 19 into 25 എത്ര? 19 into 25 എത്ര? 475. ഇവിടെ 20 into 24 480. ഇവിടെ ഡിഫറൻസ് എത്ര? ഡിഫറൻസ് ഈക്വൽസ് 480 minus 475. രണ്ടിടത്തും നമ്മൾ 2 എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കിയപ്പോഴും നമുക്ക് ഡിഫറൻസ് എത്രയാണ് കിട്ടിയത്? 5 ആണ് കിട്ടിയത്. നമുക്കിത് ഓൾജിബ്ര ഉപയോഗിച്ച് ചെയ്യാം. ഇവിടെ എന്ത് കൊടുക്കാം? എം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എൻ എന്ന് വേണമെങ്കിലും കൊടുക്കാം. എം കൊടുക്കാം. 7, 8, 12, 13. ഇതാ നമ്മൾ എടുത്ത്. ഇവിടെ എം കൊടുത്താല് എം, പിന്നെ ഇപ്പുറത്ത് എന്ത് വരും? എമ്മിന്റെ കൂടെ 1 കൂട്ടുക ചെയ്യുന്നത് അല്ലേ? 8 എന്ന് പറയുമ്പോൾ 7, 8. 7 എം ആണെങ്കിൽ 8 എന്താണ്? എം പ്ലസ് 1. ഇവിടെ 7ന്റെ കൂടെ 5 കൂട്ടുമ്പോഴാണ് 12. അതുപോലെ എമ്മിന്റെ കൂടെ 5 കൂട്ടുമ്പോൾ എം പ്ലസ് 5, അതാണ് 12ന്റെ വില. ഇനി 13 എന്ന് പറയുന്നത് 8 എം പ്ലസ് 1 ആണ്. ഇതിന്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 13 വന്നത്? 8, 5, 13. അപ്പൊ ഇതിന്റെ കൂടെ 5 കൂട്ടണം. അപ്പൊ എം പ്ലസ് 6. ഇതാണ് നമുക്ക് കിട്ടുന്നത്. എം പ്ലസ് 1, എം പ്ലസ് 5, എം പ്ലസ് 6. ഇനി ഇത് ഡയഗണൽ വൈസ് പ്രോഡക്റ്റ് കാണും. എന്നിട്ട് അതിന്റെ ഡിഫറൻസും 5 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, എം ഇൻറ്റു എം പ്ലസ് 6 എത്ര കിട്ടും? എം ഇൻറ്റു എം പ്ലസ് 6, എം ഇൻറ്റു എം സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു എം, 6m എന്ന് കിട്ടും. എം സ്ക്വയർ പ്ലസ് 6m. ഇനി അടുത്ത് എം പ്ലസ് 1 ഇൻറ്റു എം പ്ലസ് 5, എം പ്ലസ് 1 ഇൻറ്റു എം പ്ലസ് 5 അത് എത്ര കിട്ടും? എം ഇൻറ്റു എം സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എം ഇൻറ്റു എം സ്ക്വയർ, എം ഇൻറ്റു 5. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എം 5m പ്ലസ് 1 ഇൻറ്റു എം പ്ലസ് 1 ഇൻറ്റു 5. പുറത്തോട്ട് എഴുതാം. ഈക്വൽസ് എം സ്ക്വയർ പ്ലസ് 5m പ്ലസ് 1 ഇൻറ്റു എം പ്ലസ് 1 ഇൻറ്റു 5 ഈക്വൽസ് എത്രയായിട്ടാ? പുറത്തോട്ട് എഴുതാം. എം പ്ലസ് 1 ഇൻറ്റു എം പ്ലസ് 5 ഈക്വൽസ് എം സ്ക്വയർ പ്ലസ് 5m 1m 6m പ്ലസ് 5. ഇതാണ് നമുക്ക് കിട്ടിയത്. ഇത് ആദ്യത്തത്. ഇവിടെ നോക്കിക്കേ, എം സ്ക്വയർ ഉണ്ട്, 6m ഉണ്ട്. പിന്നെ എന്താണ്?
ഈ 5 ആണ് അധികമായിട്ട് കിടക്കുന്നത്. ഈ അധികമായിട്ട് കിടക്കുന്ന 5 ആണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും? ഡിഫറൻസ് എത്രയായിരിക്കും? 5 ആയിരിക്കും. ഡിഫറൻസ് ഈക്വൽസ് 5. ഇവിടെ നമുക്ക് എന്താ കിട്ടിയ? ഡിഫറൻസ് 5. അപ്പൊ ഹെൻസ് പ്രൂവ്ഡ്. അപ്പൊ നമ്മൾ ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്തു. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അതിന് 2 പാർട്ടുണ്ട്, രണ്ടും നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പം ഇതിൻ്റെ അകത്ത് സർക്കിൾ ചെയ്തിട്ടുണ്ട് 4 നമ്പേഴ്സ്, 6ഉം 12ഉം 10ഉം 20. വാട്ട് ഇസ് ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ സംസ്? ഡയഗണൽ സംസിന്റെ ഡിഫറൻസ് എത്രയാണ്? അപ്പൊ ഡ്രോ എ സ്ക്വയർ ഓഫ് 9 നമ്പേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് 4 ആൻഡ് മാർക്ക് ദ നമ്പേഴ്സ് അറ്റ് ദ 4 കോർണേഴ്സ്. അപ്പൊ ഞാൻ 9 നമ്പേഴ്സിന്റെ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് 9 കാണിച്ചു തന്നായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്തുള്ള 9 നമ്പേഴ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഡയഗണലിന്റെ സമ്മിന്റെ ഡിഫറൻസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ആൻസർ 6 + 20 എത്ര? 26. 10 + 12 22. അപ്പൊ ഡിഫറൻസ് എത്ര? ഡിഫറൻസ് ഈക്വൽസ് 26 - 22 ഈക്വൽ. ഇത് നമുക്ക് രണ്ടാമത്തത് എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര. ഇത് ഓൾജിബ്ര ഉപയോഗിച്ച് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് എം എന്ന് കൊടുക്കാം, ഇതിന് എം എന്ന് കൊടുക്കാം. ആ സർക്കിൾ ചെയ്ത നമ്പേഴ്സ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അതിന്റെ വാല്യൂ മാത്രമേ ഇവിടെ കൊടുക്കുള്ളൂ. ഇവിടെ എം എന്ന് കൊടുക്കാം. ഇവിടെ 6, 10, 8 വേണമെങ്കിൽ 8 എഴുതാം. എം 8. എമ്മിന്റെ കൂടെ 2 കൂട്ടി, അതിന്റെ കൂടെ 2 കൂട്ടി, അപ്പം m + 4 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി നമുക്കിത് ഓൾജിബ്ര ഉപയോഗിച്ച് എഴുതാം. 6ന് ഞാൻ എം എന്ന് കൊടുക്കുന്നു. സർക്കിൾ ചെയ്താൽ മാത്രമേ എഴുതുള്ളൂ. ഇവിടെ എത്ര? 6ന്റെ കൂടെ എത്ര കൂട്ടിയാലാ 10 വരുന്നത്? 4 കൂട്ടിയാൽ. അതുപോലെ എമ്മിന്റെ കൂടെ 4 കൂട്ടുമ്പോൾ m + 4 എന്ന് കിട്ടും. ഇവിടെ 12 വന്നിരിക്കുന്നത്. 6ന്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 12 വന്നത്? 6. അപ്പൊ എമ്മിന്റെ കൂടെ 6 കൂട്ടുക. ഇവിടെ 10 20 ആയി. അതായത് 10 എന്ന് പറയുന്നത് m + 4. അതിന്റെ കൂടെ ഒരു 10 കൂടി കൂട്ടുമ്പോൾ m + 14 എന്ന് വരും. 10 20 ആയി. അപ്പൊ 10ന്റെ സ്ഥാനത്ത് m + 4. അപ്പൊ ഇതിന്റെ കൂടെ ഒരു 10 കൂടി കൂട്ടുമ്പോൾ m + 14. ഇനി നമുക്കിത് എന്താണ്? ക്രോസ് ആയിട്ട് ഡയഗണൽ വൈസ് സം കാണാം. നമുക്ക് ഇതിന്റെ ഡയഗണൽ വൈസ് സം കാണാം. ഓക്കെ, m + m + 14 m + m 2m + 14 എന്ന് കിട്ടും. ഇനി അടുത്ത് m + 4 + m + 6 m 2m m + m 2m 6ഉം 4ഉം 10. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഡിഫറൻസ് എത്രയായിരിക്കും? 2m 2m 2 എടുത്തു. ഇവിടെ ഡിഫറൻസ് എത്ര? 4 അല്ലേ? അപ്പൊ ഡിഫറൻസ് ഈക്വൽസ് 10ഉം 14ഉം തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. ഡിഫറൻസ് ഈക്വൽസ് 4. അപ്പൊ ഓൾജിബ്ര ഉപയോഗിച്ച് നമ്മൾ ചെയ്തപ്പോഴും ഡിഫറൻസ് 4 എന്ന് കിട്ടി. അല്ലാതെ നമ്പേഴ്സ് ഉപയോഗിച്ച് ചെയ്തപ്പോഴും നമുക്ക് ഡിഫറൻസ് 4 തന്നെ കിട്ടി. ഇനി അടുത്തത് രണ്ടാമത്തെ പാർട്ടാണ്, ഓൾജിബ്ര ഉപയോഗിച്ച് ചെയ്ത്. ഇനി മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് അബൌട്ട് സ്ക്വയർ ഓഫ് 16 നമ്പേഴ്സ്? ഇനി 16 നമ്പേഴ്സ് എടുത്ത് ചെയ്യണം. അപ്പൊ ഇതിൻ്റെ അകത്ത് 16 നമ്പേഴ്സ് നമുക്ക് എടുക്കാം. എടുത്ത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഡയഗണൽ വൈസ് സം കാണും. അപ്പൊ നമുക്ക് ഡയഗണൽ വൈസ് സം കാണാം. 4 + 25 = 29.
പിന്നെ 4 25. ഇനി 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 എത്ര 20. അപ്പൊ ഇവിടെ നമുക്ക് ഡിഫറൻസ് എത്ര കിട്ടി? ഡിഫറൻസ് ഈക്വൽസ് 29 മൈനസ് 20 ഈക്വൽസ് 9 എന്ന് കിട്ടി. ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. ഒരെണ്ണല്ലേ എടുക്കാം, അടുത്ത വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇങ്ങനെ 4 നമ്പേഴ്സ് 4x4 കോളം 16 ഉണ്ട്. സ്ക്വയർ ആണ്. സ്ക്വയർ എങ്ങനെയാണ്? 4 9 16 ഇങ്ങനെയാണ് എടുക്കുന്നത്. 30 ഇവിടെ 72, 30 പ്ലസ് 72 102, 102. 45 പ്ലസ് 48 13 93. ഇവിടെ എത്ര ഡിഫറൻസ്? 102 മൈനസ് 93 എത്ര? 9 ആണ് കിട്ടിയത്. അപ്പൊ ഇങ്ങനെയുള്ള ഏത് 4x4 എടുത്താലും ഡിഫറൻസ് എത്രയായിരിക്കും? 9 ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മള് ഇത് ഇനി ഓൾജിബ്ര ഉപയോഗിച്ച് എഴുതാം. അപ്പൊ 2 എക്സാമ്പിൾ കാണിച്ച് ഡയഗണൽ വൈസ് സം ആഡ് ചെയ്തു. അതിന്റെ ഡിഫറൻസ് നമുക്ക് 9 എന്ന് കിട്ടി. അപ്പൊ ഇത് ഓൾജിബ്ര ഉപയോഗിച്ച് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. 4ന് നമുക്ക് എത്രയായിരുന്നു ഡിഫറൻസ് വന്നത്? 3x3 എടുത്ത് ചെയ്തപ്പോ നമുക്ക് എത്രയായിരുന്നു ഡിഫറൻസ് വന്നത്? 4 ആയിരുന്നു അല്ലേ? അപ്പം ഡിഫറൻസ് വരുന്നത് സ്ക്വയർ നമ്പേഴ്സ് തന്നെ ആയിരിക്കും ഡിഫറൻസ് വരുന്നത്. 4 9 16 അങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പം 16 നമ്പേഴ്സ് എടുത്ത് ഡയഗണൽ വൈസ് ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടി? 9 എന്ന് കിട്ടി. ഇവിടെ 9 എടുക്കുമ്പോൾ എത്രയായി നമുക്ക് കിട്ടുന്നത്? 9 എടുക്കുമ്പോൾ ഇവിടെ തന്നെ ഇപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. 16 4 20, 8 8 16, അപ്പൊ 4. അപ്പൊ 9 എടുക്കുമ്പോൾ ഡയഗണൽ വൈസ് സം ആഡ് ചെയ്ത് അതിന്റെ ഡിഫറൻസ് 4ഉം 16 എടുക്കുമ്പോൾ അതിന്റെ ഡിഫറൻസ് 9ഉമാണ്. ഇത് നമുക്ക് ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ്? നേരത്തെ നമ്മൾ ചെയ്ത കണക്ക് എടുക്കാം. അപ്പൊ ഇതിന് ഞാൻ 4 കിട്ടി എങ്ങനെ? 2 × 2 അല്ലെ? അപ്പൊ ഇതിന് ഞാൻ n എന്നും ഇതിന് m എന്നും കൊടുക്കുക. അപ്പൊ n+1 n+2 n+3 വരും അല്ലെ? ഇവിടെ വരുമ്പോ n+3 n+1 n+2 n+3. ഇവിടെയോ m+1 പിന്നെ m+2 m+3 m+2 ഇവിടെ m+3 എന്ന് വരും. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഡയഗണൽ വൈസ് അതിന്റെ ഓൾജിബ്ര എഴുതാം. അപ്പൊ ഞാനിപ്പോ ഈ 4 നമ്പേഴ്സിന്റെ മാത്രമേ എഴുതുന്നുള്ളൂ. ഇവിടെ 4 കിട്ടി എങ്ങനെ? 2 × 2 is 4, അതായത് m × n. m × n. അപ്പൊ ഈ 10 കിട്ടിയത് എങ്ങനെയാ? 10 കിട്ടിയത് m+1 2 അല്ല സോറി 2 × 5 is 10. 2 എന്ന് പറയുന്നത് എന്താണ്? m × n+3, m × m+3. ഓക്കെ. ഇനി ഇവിടെ 10 കിട്ടി എങ്ങനെ? 5 × 2 is 10. അപ്പം 5 × 2 is 10 or 2 × 5 is 10. അപ്പൊ n × m+3, n × m+3. ഇവിടെ 25 കിട്ടി എങ്ങനെ? 5 × 5 is 25, അതായത് m+3യും n+3യും n+3 × m+3. മനസ്സിലായോ? അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യാം. mn പ്ലസ് ഡയഗണൽ വൈസ് അഡീഷൻ
n plus 3 m plus 3 ഈക്വൽസ്. ഇതങ്ങ് മനസ്സിലായല്ലോ. അപ്പൊ ഇതങ്ങ് മായ്ച്ചു കളഞ്ഞാലോ, പുറത്തോട്ടങ്ങ് എഴുതായിരുന്നു. നേരത്തെ എഴുതിയതിന്റെ ഓൾജിബ്രൈക് ഫോം ഞാൻ ഇങ്ങോട്ടങ്ങ് എഴുതി. ഇനി നമുക്ക് ഡയഗണൽ വൈസ് ആഡ് ചെയ്യും. nm പ്ലസ് n plus 3 ഇൻറ്റു m plus 3 എത്ര കിട്ടും? nm പ്ലസ് n ഇൻറ്റു m, nm പ്ലസ് n ഇൻറ്റു 3, 3n പ്ലസ് 3 ഇൻറ്റു m, 3m പ്ലസ് 3 ഇൻറ്റു 3, 9 എന്ന് കിട്ടും. എന്നമും 2mn അല്ലെ 2nm, 2mn പ്ലസ് 3m പ്ലസ് 3n പ്ലസ് 9 എന്ന് കിട്ടും. ഇനി അടുത്തത് m ഇൻറ്റു n പ്ലസ് 3 പ്ലസ് n ഇൻറ്റു m പ്ലസ് 3, m ഇൻറ്റു n mn പ്ലസ് 3 ഇൻറ്റു m 3m പ്ലസ് n ഇൻറ്റു m nm പ്ലസ് 3 ഇൻറ്റു n 3. അപ്പൊ എന്ത് കിട്ടും? mn mn ആഡ് ചെയ്യുമ്പോൾ 2mn പ്ലസ് 3m പ്ലസ് 3n. നോക്കിക്കേ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ 2mn 2mn, 3m 3m, 3n 3. ഇവിടെ എക്സ്ട്രാ ഒരു 9 ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക? 9 ആ കിട്ടുന്നത്. ഡിഫറൻസ് ഈക്വൽസ് 9. അപ്പൊ ഇങ്ങനെയുള്ള ഏത് ഫോമിലും ഓൾജിബ്രൈക് ഫോമിലും നമുക്ക് ഡിഫറൻസ് എന്ത് തന്നെ കിട്ടുക? 9 ആണ് കിട്ടുന്നത്. ഡിഫറൻസ് ഈക്വൽസ് 9. ഓക്കെ. അപ്പം ഇതിപ്പോ നമ്മൾ 16 എണ്ണത്തിന്റെയാ ചെയ്തത് അല്ലെ. 4/4 ആണ് കിട്ടിയത്. അപ്പൊ ഡിഫറൻസ് 9 കിട്ടി. എല്ലായിടത്തും ഇതുപോലെ തന്നെ ഫോം വരുന്നത് മനസ്സിലായല്ലോ. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എക്സസൈസ് ക്വസ്റ്റ്യൻസ് തീർന്ന് അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വരുന്നവരേക്കും ബൈ. ഓക്കെ.